ഉണ്ടു കണ്ടു കാണാത്തവരെ. ഡി കുഞ്ഞോളെ, ഡി വരുന്നുണ്ട്. രാവിലെ ഉടുത്തൊരുങ്ങി പോയിട്ടെ വരുന്നുണ്ടെന്ന്. ഡി കുഞ്ഞോളെ, ഡി ഒരു കല്യാണം നടത്താൻ എന്തോരം ചെലവാന്നറിയോടി? പിന്നില്ലേ, നിന്റെ കേസിൽ കിടക്കുന്ന ആ കുടുംബസ്വത്തൊന്ന് കിട്ടിയിരുന്നെങ്കിലേ വിറ്റോ പണയം വെച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. മൂത്തതിന്റെ കഴിഞ്ഞാ പിന്നെ ഇളയന്റെ കാര്യം കൂടെ നോക്കണ്ടേ? നിങ്ങൾക്കല്ലേലും വിൽക്കണം പണയം വെക്കണം എന്ന രണ്ട് ചിന്തയല്ലേ ഉള്ളൂ. ഇന്ന് വരെ നിസ്സാര ഒരു പുട്ടുകൂടം വാങ്ങിക്കാൻ കഴിയാത്ത ആളാ. രാവിലെ ഉമ്മറത്ത് ചൊറിയും കുത്തി അവിടെ ഇരിക്കും, എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ മൂട്ടിലെ പൊടിയും തട്ടി കള്ളി ഷാപ്പിലോട്ട് അങ്ങ് പോവും. എന്തോ ഒരു സുഖജീവിതം. ഹോ മോളെ, അന്നമ്മ ചേച്ചിയുടെ 10 ലക്ഷം രൂപ വാങ്ങിച്ചു. ആണോ? 10 ലക്ഷം രൂപയോ? ശരിക്കും? ആദ്യം അവരൊന്ന് വഴക്കുണ്ടാക്കിയപ്പോ ഞാൻ ശരിക്കും പേടിച്ചു ചേച്ചി. അവര് ശരിക്കും പാവമാണല്ലേ. ചേച്ചിയെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ. അന്നമ്മ ചേച്ചിയുടെ അപ്പച്ചനും അങ്ങനെ തന്നെ ആയിരുന്നു. പലിശക്കാരനാണെങ്കിലും കുര്യച്ചൻ ചേട്ടനെ നാട്ടുകാർക്ക് ഉപകാരിയായിരുന്നു. അന്നമ്മ ചേച്ചി അതുപോലെ തന്നെയാ. മറ്റുള്ള പലിശക്കാരെ പോലെയൊന്നും അല്ല, കുറച്ച് മനസ്ഥിതിയുള്ള കൂട്ടത്തിലാ. അല്ലെങ്കിൽ ഇവിടെ വന്ന് 10 ലക്ഷം രൂപ തന്ന് സഹായിക്കാന്ന് പറയില്ലല്ലോ. സത്യം പറഞ്ഞ ഇപ്പൊ ഈ കാശ് കിട്ടിയത് വലിയ ഉപകാരമായി. നമ്മൾ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് അതിനൊന്നും തികയില്ലല്ലോ. അതെ, എന്തോടി അവളെ കാശ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഏത് കാശ്? അന്നമ്മയുടെ കയ്യിൽ നിന്ന്. അന്നമ്മ അന്ന് ഇവിടെ ഒരു 10 ലക്ഷം രൂപയും കൊണ്ട് വന്നില്ലേ? വന്നു. അപ്പോ എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചില്ലേ? ഇപ്പൊ അവള് അവരുടെ അടുത്ത് ചെന്ന് അതേ 10 ലക്ഷം രൂപ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് കാശ് എവിടെ? അവള് മുറി വെച്ച് പൂട്ടി. നാളെ മോൻചേട്ടനെ കണ്ടേ പെയിന്റിങ് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറയണം. അത് കഴിഞ്ഞിട്ട് വേണേ ഈ വീടൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കാൻ. എന്തിനാ ചേച്ചി പെയിന്റിങ്ങിനൊക്കെ വെറുതെ പൈസ കളയുന്നേ? കല്യാണം കഴിഞ്ഞ ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോവില്ലേ? അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന് എന്തോരം പൈസ വേണം. അല്ല മോളെ, ഞാൻ ഈ വീട് വിട്ട് പോകുമ്പോ ഈ വീട് വൃത്തിയായിട്ട് കിടക്കണം. നീയല്ലേ നീ ഇവിടെ ജീവിക്കണ്ടേ? ഈ വീട് വിവാഹം കഴിഞ്ഞ നിനക്കുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് തന്നെ വീട് വൃത്തിയാക്കാനുള്ള എല്ലാം ചെയ്യണം. ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഈ വീട് വൃത്തിയായിട്ട് കിടക്കണം. അറിയാലോ, എന്തോരം സ്വർണം തന്ന് എന്നെ കെട്ടിച്ചിങ്ങോട്ട് വിട്ടതാ. നിങ്ങളതൊക്കെ ഓരോ കാരണങ്ങളും പറഞ്ഞു ഊരി ഊരി എടുത്തോണ്ട് പോയി. കൂട്ടുകാരന്റെ ഭാര്യയുടെ പ്രസവം, അമ്മയുടെ ഓപ്പറേഷൻ, എന്റെ കാലിൽ കിടന്ന കൊലുസെല്ലാം ഊരിക്കൊണ്ട് പോയില്ലേ? ബാങ്കിൽ വെച്ച സ്വർണം എന്തിയേ? കുഞ്ഞോളെ, അത് പറയരുത്. അത് എന്റെ കുഴപ്പമല്ല കേട്ടോ. 2018 പ്രളയം വന്നപ്പോ ഈ നാട് മുഴുവൻ വെള്ളം കയറി. ആ സമയത്ത് ബാങ്കിലും ബാങ്കിന്റെ ലോക്കറിനകത്തും ഒക്കെ വെള്ളം കയറി സ്വർണവും പണവും ഒക്കെ ഒലിച്ചുപോയി. പണം വരെ ഒലിച്ചുപോയി. പിന്നെ ബാങ്കിന് കിട്ടും. ഏത് കാലത്ത്? കുഞ്ഞോളെ, ഇത്ര സ്വാർത്ഥയാവല്ലേ കേട്ടോ. നാട്ടുകാർക്ക് മൊത്തം പ്രശ്നമായി കിടക്കുമ്പോ നീ നിന്റെ കാര്യം മാത്രം എടുത്ത് പറയരുത്. അല്ലേലും ഞാനിപ്പോ ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് എന്തിനാ? എന്റെ ഇപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനിതേ ബാക്കി മുല്ലവോട്ട് പോലത്തെ 2 കമ്മല. ഒരു ഇച്ചിരി പൊന്നെങ്കിലും എന്റെ ദേഹത്ത് വേണ്ടേ? ഓ, എന്റെ കഴുത്തെ കിടക്കുന്നതാണെങ്കിൽ സ്വർണം പൂശ. ഇതുകൊണ്ടൊന്നും തികയത്തില്ലടി കുഞ്ഞോളെ. അമ്മ എന്തിനാ ഗോൾഡൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നേ? ഇവളുടെ കല്യാണത്തിന് ആവശ്യങ്ങൾ വരികയല്ലേ, അതിന് എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യാം. ഇത് വിറ്റാ ഇപ്പൊ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. അതെ, നിങ്ങളുടെ കഴുത്തിലും കയ്യിലുള്ള സ്വർണം വിറ്റിട്ട് വേണ്ട എന്റെ കല്യാണം നടത്താൻ. ചെലവ് കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ തുണി വിറ്റ് കിട്ടിയിട്ട് എന്താവാനാ? ഇത്രയും നാൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നത് ഞാൻ തുണി വിറ്റ് കിട്ടിയ കാശുകൊണ്ട് തന്നെയല്ലേ. ഞങ്ങൾ ഇനിയിപ്പോ എന്ത് ചെയ്താലും അത് നീ വേറെ രീതിയിലല്ലേ കാണുള്ളൂ. ഓ, നീ കല്ലറക്കിലെ മാത്തച്ഛനോടെ ഞാൻ കുറച്ച് കാശ് കടഞ്ഞു വെച്ചിട്ടുണ്ട്. ബാബുക്കുട്ടൻ കാശ് തരാന്ന് പറഞ്ഞതാ. അത് ഇവക്ക് പിടിക്കത്തില്ലല്ലോ. നിങ്ങൾ ആരും എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട. ഞാനേ അന്നമ്മ ചേച്ചി തരാന്ന് പറഞ്ഞ കാശ് വാങ്ങി. അതേത് കാശ്? അന്നമ്മ ചേച്ചി ഇവിടെ ഒന്നും പറഞ്ഞില്ലായിരുന്നോ?
10 ലക്ഷം രൂപ ഒന്ന് സഹായിക്കാന്ന്. ആ കാശ്. നീ ആ 10 ലക്ഷം വാങ്ങിച്ചോ? അയ്യോ, ആ കാശിന് അന്നമ്മ പലിശ വാങ്ങിക്കത്തില്ലോടി? അറിയില്ല, കാര്യം നടക്കണ്ടേ? കാര്യം നടക്കട്ടെ. നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങാല്ലേ? പിന്നെ അല്ലാതെ ഹാള്, ഹാരം, ബൊക്കെ, പാചകക്കാര്, പിന്നെ അന്ന് ഓടുന്ന വണ്ടികള്, പിന്നെ സ്വർണ്ണവും തുണി, അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. അത് ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ അന്ന് വൈകുന്നേരം എന്റെ കുറച്ച് ടച്ചിങ്സ്. അതിനൊരു കുറവും വരുത്തണ്ട. പിന്നെ അതില്ലാതെ കല്യാണം നടക്കും. അവ എല്ലാം കൂടെ ഈ ഒരു 10 ലക്ഷം തികയത്തില്ലടി. ആണോ? നിക്കത്തില്ല, 10 നിക്കത്തില്ല. അയ്യോ, പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതിൽ നിർത്താം അല്ലേ? അങ്ങനെ നിർത്തിയേ പറ്റൂ. ഒരു കാര്യം ചെയ്യും മോളെ, ഒരു കാര്യം ചെയ്യും, ആ കാശിങ് എടുത്തോണ്ടാ. ഇപ്പൊ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തേക്കാം. കല്യാണ സീസണാ, ആളെ കിട്ടത്തില്ല. ബുദ്ധിമുട്ടാ. അതൊക്കെ നോക്കാനേ ബാലമാമനുണ്ട്. ഞാൻ ബാലമാമനോട് ചോദിച്ചിട്ട് എന്തും ചെയ്യൂ. അപ്പോ ഞങ്ങൾക്ക് ഒരു വിലയില്ലേ? അപ്പോ ഇവിടത്തെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പുറത്തുനിന്നുള്ളവരാണല്ലേ? എടി, നിന്റെ തന്തയെ ഞാൻ അവിടെ വന്ന് കാഴ്ചക്കാരനെ പോലെ കയ്യും കെട്ടി നോക്കിയിരിക്കണോ അല്ലേ? എടി, തന്തയായി എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. നീ ഒന്നോർത്തു, നിന്റെ അഹങ്കാരം എല്ലാം തീരും. ഒരു കാറ്റോ കള്ളനോ വന്നാ മതി, അതോടെ തീരുമല്ല. നിങ്ങൾ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും കാശിന്റെയും കണക്കിന്റെയും കാര്യങ്ങൾ നോക്കുന്ന ബാലമാമ തന്നെ ആയിരിക്കും. വാ മോളെ. 10 കാശ് കയ്യില് വന്നപ്പോ പെണ്ണിന്റെ നെകളിപ്പ് കണ്ടില്ലേ? എന്റെ അമ്മോ. ഇവളുടെ കഴുത്തിൽ ആരാ താലി കെട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഈ കല്യാണം ബാലമാമയല്ല നടത്തുന്നത്, ഞാനേ നടത്തൂ. അവളുടെ ചെലപ്പ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. 10 കാശ് കയ്യിൽ വന്നതിന്റെ അഹമ്മതിയാ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ, കേട്ടോ? ഇതെടുത്ത് കയ്യിൽ കേൾക്കാം, ഇല്ലാന്നുണ്ടെ ആ ദേഷ്യം മൊത്തം ഇത് വിറ്റ് തീർക്കും. അയ്യോ, എടാ, നിന്നെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. ആണോ? എനിക്കത് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? എനിക്ക് സിഗ്നൽ കിട്ടി. സിഗ്നലോ? നീ എന്നെ സ്വപ്നം കാണുവാണെന്ന് എനിക്ക് സിഗ്നൽ കിട്ടി. അല്ല, നീ എന്താ എന്നെ കുറിച്ച് ആലോചിച്ചത്? അയ്യടാ, കേട്ടിട്ട് എന്തിനാ? പറ. ഞാൻ നിന്നെ കുറിച്ച് ആലോചിച്ചത് തന്നെയാണോ നീ ആലോചിച്ചെന്ന് അറിയാനാ ചോദിക്കുന്നേ? നീ എന്താ ആലോചിച്ചേ അത് പറ. ഞാൻ ആലോചിച്ചത് 1, 2, 3. നമ്മുടെ 3ാമത്തെ കുട്ടിയെ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ ഭയങ്കര വാശിയായിരുന്നു. 3ാമത്തെ കുട്ടിയോ? ആ, ഇതുവരെ 3 കുട്ടികളെ ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. അപ്പോ 4, 5 ഒക്കെ ആവും. അയ്യടാ. ശരി, നീ എന്താ ആലോചിച്ചേ അത് പറ. നീ എനിക്ക് മോതിരിട്ട് തന്നില്ലേ ആ ദിവസം? From that moment, you took over from me. Yes. ഇപ്പൊ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. Me too. എത്ര നാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും? ഇനിയൊരു 15 days. Really? Yes. അരവിന്ദന്റെ കല്യാണം തീരുമാനിച്ചല്ലോ. അതിന് കല്യാണം നേരത്തെ തീരുമാനിച്ചല്ലേ? അല്ല, ഡേറ്റ് തീരുമാനിച്ചു. അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. ഓ, ആണോ? അതെ, നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ദിവസത്തെ വെയിറ്റിംഗ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങ് വരും. പിന്നെ അവിടെ നമ്മൾ ഒരുമിച്ച്, ശരിയല്ലേ? ഓക്കെ അല്ലേ? എടാ, ഇവിടെ വേണ്ട. പിന്നെ എനിക്ക് ആയിരപ്പറ ഇഷ്ടം. അവിടെ മതി നമ്മുടെ ലൈഫ്. അച്ഛനും ചാരും ചേട്ടനും ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, നിന്റെ ഇഷ്ടം. അതെ, നാളെ നിനക്ക് ക്ലാസ് ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ പിന്നെ കിടന്ന് ഉറങ്ങിക്കോ. ക്ലാസ്സിൽ ചെന്നിരുന്ന് ഉറക്കം തൂങ്ങണ്ട. ശരിടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.